അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ, സുഖമല്ലേ? എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് തന്നെ വിചാരിക്കും. നമ്മളെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുറ്റങ്ങളും തെറ്റുകളും അള്ളാഹു പൊറുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും അങ്ങനെ ചെയ്യും. കാരണം ഞാൻ ചെയ്യുന്ന ചെറുതും വലുതുമായ നമ്മൾ അള്ളാഹിൻ്റെ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തെറ്റുകൾ ചെയ്യാതിരിക്കില്ല. നമ്മൾ സാധാരണ മനുഷ്യന്മാരാണല്ലോ, മലായിക്കത്യങ്ങളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നതുണ്ടാവാം. അറിഞ്ഞുകൊണ്ട് ഒരുപാടൊന്നും ചെയ്യാറില്ല. ഒരു ചെറിയ അത് ഈ കുട്ടികളൊക്കെ പറയണ പോലെ ചിക്കിടികളൊക്കെ നമ്മളടുത്ത് സംഭവിച്ച അബദ്ധമൊക്കെ തന്നെ വലിയ തെറ്റാണ്. അള്ളാഹു എല്ലാം പുറത്തു തരട്ടെ. പിന്നെ ഞാൻ വന്ന വഴിയല്ല, എൻ്റെ ലക്ഷ്യമാണ് ഞാൻ നോക്കണത്. ഞാൻ വന്നത് ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കൂടി എൻ്റെ ലക്ഷ്യം നല്ലതാണ് എന്നുള്ളതുകൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയണത് എന്താണെന്നറിയോ, നമ്മളെ മക്കളെ ഒരു 5 വയസ്സ് വരെ അല്ലെങ്കിൽ 6 വയസ്സ് വരെ നമ്മളെ മാതാപിതാക്കൾ മക്കളെ നോക്കും. അത് കഴിഞ്ഞാൽ 3 വയസ്സ് തൊട്ട് തന്നെ ഇപ്പോൾ UKG, ആദ്യമൊക്കെ 1-ാം ക്ലാസ്സിലായിരുന്നു. 5 വയസ്സ് കഴിഞ്ഞ് 6-ാമത്തെ വയസ്സ് തൊട്ട് സ്കൂളിൽ അങ്ങനെ വിടും, 1-ാം ക്ലാസ്സിൽ ചേർക്കും. ഇപ്പം അങ്ങനെയല്ല, 3 വയസ്സ് കഴിഞ്ഞാൽ തന്നെ UKG, LKG UKG അങ്ങനെ ഒരുപാട് ഇതുണ്ടല്ലോ ഇപ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ആക്കുമ്പോൾ 3 ടീച്ചർമാരെയാണ് ലഹരി മരുന്നിൻ്റെ ഇതിൽ പിടിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ആരെടുത്താണോ വിശ്വസിച്ച് മക്കളെ ഏൽപ്പിക്കുന്നത് അവർ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇതേമാതിരിയുള്ള തെറ്റുകൾ ചെയ്യുന്നത്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, നല്ല ടീച്ചർമാരുണ്ട്. പക്ഷേ അതിലും വിഷങ്ങൾ കയറിക്കൂടി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആരെ ഏൽപ്പിക്കും? ഇനി നമ്മളെ മക്കൾക്ക് എവിടുന്ന് വിദ്യാഭ്യാസം കിട്ടും? കാരണം ഒരു ഡിഗ്രി +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞാനും നമുക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് മനസ്സിലാക്കേണ്ടിയും ചെറിയ ബുദ്ധികളായി തുടങ്ങി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനി 18 വയസ്സായില്ലേ, അവൻ്റേതായ കാര്യങ്ങൾ അവൻ നോക്കും എന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മൾ തെറ്റും ശരിയും നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ ചെറിയ ക്ലാസ്സിൽ പഠിക്കണ മക്കൾക്ക് ഇതെന്താണ് സാധനമെന്നോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ അറിയില്ല. ടീച്ചർമാർ തന്നെ ഇതിൻ്റെ ഏജൻറ്റന്മാരായി നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെല്ലാം മൊത്തം ടീച്ചർമാരും ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അത് എല്ലാവരും തെറ്റുകാരാണ് എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പറയല്ലേട്ടില്ലേ. കാരണം നല്ലതും ഉണ്ടാകാം. അപ്പോൾ നമ്മളൊരു മറ്റേ പാടത്ത് നെല്ല് വിതച്ച് കഴിഞ്ഞാൽ അത് കൊയ്തെടുക്കുമ്പോൾ അതിൽ മൊത്തത്തിൽ ഓരോന്ന് തിരയുന്നതല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. മൊത്തത്തിൽ കൊയ്തങ്ങോട്ട് എടുത്തിട്ട് ചേറ്റിപ്പാറ്റി അങ്ങനെയൊക്കെയാണല്ലോ എടുക്കണത്. എന്ന മാതിരി ടീച്ചർമാർ, ഡോക്ടർമാർ എവിടെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ എന്തൊക്കെ വഴിയിലൂടെ ജോലികളും ഇതും ചെയ്യുന്നുണ്ടോ എല്ലാവരുടെ കയ്യിലും ഇതെത്തിപ്പെട്ടു. കുഞ്ഞു മക്കൾക്കാകുമ്പോൾ ഇതെന്താ എന്ന് പോലും അറിയില്ല. ആ മക്കൾക്കൊക്കെ ഇത് മുട്ടായി രൂപത്തിലും വേറുള്ള രൂപത്തിലാക്കി അവർക്ക് സന്തോഷം, അവരുടെ ഉന്മേഷം കാണുമ്പോൾ വീണ്ടും ഇത് കൊടുക്കുമ്പോൾ അവരത് തിന്നും. ലാസ്റ്റ് പറഞ്ഞ് ഇവർ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പോയിട്ട് അങ്ങനെ വാങ്ങും. കുറേ കഴിയുമ്പോൾ പൈസ കിട്ടാതെ ആകുമ്പോൾ ഇത് പൈസ വീട്ടിൽ നിന്ന് കട്ടെടുത്തിട്ട് പോയി വാങ്ങി തിന്നേണ്ട അവസ്ഥയിലേക്ക് എത്തും. അത് കഴിഞ്ഞ് ഇവരതിന് അടിമയാകും. മാറ്റങ്ങളെ ജീവിതം അങ്ങനെ തൊലഞ്ഞു പോകും. അധ്യാപികമാരാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവരിത് ചെയ്യണത്. അവരെയൊക്കെ എന്ത് ചെയ്യണം? കാരണം വരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടവരാണ് മാതാപിതാക്കൾ. കഴിഞ്ഞാൽ പിന്നെ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടവരാണ് അധ്യാപകർ എന്ന് പറയുന്നത്. നമ്മളൊക്കെ അധ്യാപകർക്ക് അത്രത്തോളം ബഹുമാനം ഇതും കൊടുക്കുന്നുണ്ട്. കാരണം 1-2 മക്കളെ തന്നെ നമ്മളെ വീട്ടിൽ വെച്ച് നമുക്ക് 3-4 മക്കളുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇത്രയും മക്കൾ അവർ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ എന്നൊരു മനസ്സുള്ളത് കൊണ്ട് നമുക്ക് അവരോടൊക്കെ ഒരു പ്രത്യേക ബഹുമാനം സ്നേഹമൊക്കെ തോന്നിയിരുന്നു. ടീച്ചറേ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഇവിടെയെല്ലാം നമ്മളെ കുട്ടികളുടെയൊക്കെ മാഷന്മാരാണെങ്കിലും ടീച്ചറേ എന്ന് വിളിക്കുമ്പോൾ അതൊക്കെ ഒരു ബഹുമാനത്തോടു കൂടിയുള്ള വിളിയാണ്. എന്ന് വെച്ച് ഞങ്ങളവിടെയുള്ള ടീച്ചർമാർ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു സംശയത്തിൻ്റെ കണ്ണോടുകൂടി നോക്കേണ്ടി വരികയാണല്ലോ ഒരു അധ്യാപകരെ ആണെങ്കിൽ പോലും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. പണം ഉണ്ടാക്കാൻ വേണ്ടി ഏതെല്ലാം രൂപമാണ് മനുഷ്യന്മാർ ഉണ്ടാക്കുന്നത്. ഒരു ടീച്ചർക്കൊക്കെ നല്ല ശമ്പളം ഉണ്ടാവും, മാനമര്യാദയായിട്ട് ജീവിക്കാനുള്ള അവരെ കുടുംബത്തിനും അവർക്കും. പക്ഷെ അതല്ല, ആക്രാന്തം.
അവരും ഉപയോഗിക്കൊന്നും ഉണ്ടാവും. കാരണം അവർ ഉപയോഗിക്കാതെ ഇതിൻ്റെ ഏജൻറ്റുമാരായി അവർ മാറില്ല. 3 ടീച്ചർമാരാണ്. എല്ലാ മാതാപിതാക്കളും നല്ല സൂക്ഷിക്കുക, മക്കളോട് പറഞ്ഞു കൊടുക്കുക. ടീച്ചർമാരാണെങ്കിലും വേറുള്ളവരാണെങ്കിലും എന്തെങ്കിലും തന്നാൽ പ്രത്യേകമായിട്ട് മക്കൾ ഉത്സാഹം കാട്ടുക, സന്തോഷം കാട്ടുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ആരെടുത്തുനിന്ന് എന്ത് കിട്ടി, ദിവസം മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൂട്ടുകാരങ്ങൾ എന്തെങ്കിലും തന്നോ, അല്ലെങ്കിൽ ടീച്ചർ തന്നോ, അല്ലെങ്കിൽ അവർ തന്നോ, ഇവർ തന്നോ, അത് സ്വന്തമാണെങ്കിലും ബന്ധമാണെങ്കിലും അല്ലെങ്കിലും അതെങ്കിലും നിങ്ങൾ മക്കളോട് അന്വേഷിച്ചോളി. കാലങ്ങൾ ഒരുപാട് അപകടത്തിലാണ്. കാരണം അവസാനമായി ഇപ്പോൾ ടീച്ചർമാരിലെത്തി. ഡോക്ടർമാരെയൊക്കെ കുറച്ച് മുമ്പേ പിടിച്ച് നമ്മളെ ജീവൻ രക്ഷിക്കാണ്ട് ഡോക്ടർമാരാണ്, അവരാണിത് ചെയ്യുന്നത്. അവരൊക്കെ എന്ത് ജീവാണ് നമ്മളതൊക്കെ കൊണ്ടുപോയി രക്ഷിക്കുക എന്നുള്ളത് നമുക്കറിയില്ലേ. അവർ തന്നെ ചിലപ്പോൾ ഇത് കയറ്റിയിട്ടായിരിക്കും വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആസ്പത്രികളിലൊക്കെ നോക്കി നിങ്ങൾ മുമ്പുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ. കയ്യിന് വലത്തെ കൈയിൻ്റെ വിരലിന് ഇതുണ്ടായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇടത്തെ കൈയിൻ്റെ വിരൽ പിടിച്ച് മുറിച്ച് വിടണു, നാക്ക് മുറിച്ച് വിടണു. എന്താണ്, ചിരിക്കല്ലാതെ വേറെ വഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ പരീക്ഷകളും ഇപ്പോൾ. കാരണം കഴിവുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് പരീക്ഷ പേപ്പറുകളൊക്കെ. അവർ പഠിച്ചോ പഠിച്ചില്ലയോ അവരത് വെച്ച് എഴുതി ജയിച്ച് വരും. പാവങ്ങളിൽ പാവങ്ങളായ ഇപ്പോൾ നമ്മളെ ഡൽഹിയിൽ ജന്തർ മന്ദറിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? 21 മക്കളാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതും അധ്യാപകരും ടീച്ചർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ്. അപ്പോൾ ഇതെവിടേക്കാണ് ഈ ദുനിയാവിൻ്റെ പോക്ക്? ദുനിയാവിലെ മനുഷ്യന്മാരെ പോക്ക്. പണത്തിന് വേണ്ടി ഏത് തലമുറയെയും നശിപ്പിക്കാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയിരിക്കണ ഇത്തരം ആളുകളെ എത്രയോ ജനങ്ങൾ പാർട്ടി നോക്കാതെ, ജാതി നോക്കാതെ, യഥാ നോക്കാതെ ഒരുമിച്ചിറങ്ങിയത് കാരണം കൊണ്ട് അയാൾ രാജിവെച്ച് പോയി. പക്ഷേ എത്രയോ സ്ഥാപനങ്ങളിൽ നമ്മളറിയാതെ ഇത് നടക്കുന്നുണ്ടാവാം. അതേമാതിരി എത്രയോ സ്കൂളുകൾ ഇതേപോലുള്ള ടീച്ചർമാരുണ്ടാവാം. തൂഫാൻ എന്നുള്ളൊരു പരിപാടി ഇത് തുടങ്ങിയത് എത്രയോ നല്ലതാണ്. ഇത് നിർത്തരുത്, ഇത് തുടർന്ന് കൊണ്ടുപോകണം. ഇത് നമ്മളുടെ നാട്ടിൽ ഈ വിഷവിത്തുകൾ മൊത്തം വേരോടെ പറിച്ചെറിയുന്നവരെ ഈ തൂഫാൻ കൊണ്ടുപോകണം. ഈ തൂഫാൻ കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ അടുത്ത തലമുറനെ നമുക്കതിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അന്യനാടുകളിൽ നിന്നുള്ള തൊഴിലാളികൾ നമ്മളെ നാട്ടിൽ വന്ന് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ വല്ല കഞ്ചാവോ അല്ലെങ്കിൽ കള്ളോ ചാരയോ അങ്ങനത്തെ ഒക്കെ കുടിക്കുക എന്നല്ലാതെ ഇത്തരം മാരക വിഷങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അന്യനാടുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടി അവർ നാട്ടിൽ പോകും, അവിടുന്ന് സാധനം കൊണ്ടുവരും, ഇവിടെ അവരും ഉപയോഗിക്കും, മറ്റുള്ളവർക്കും കൊടുക്കും. അങ്ങനെ ആയപ്പോൾ നമ്മളെ നാട് കുട്ടിച്ചോറാക്കി. ഈ ബംഗാളികൾ എന്ന് പറഞ്ഞ ആളുകളെ എല്ലാവരെയും ഞാൻ പറയുകയല്ല, പക്ഷെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് നമ്മൾ നാട് കടത്തേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തലമുറകൾ ഇനിയും ടീച്ചർമാരുണ്ടായേക്കാം, ഇനിയും ഡോക്ടർമാരുണ്ടായേക്കാം, എല്ലാവരും ഇനി ഉണ്ടാക്കാം. എൻ്റെ വീഡിയോ ഒരുപാട് നീണ്ടു തോന്നുന്നു, 8 മിനിറ്റായി. അപ്പോൾ ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും. ആരും എന്നെ വന്ന് തല്ലിക്കൊല്ലാതിരുന്നാൽ മതിയാണ്. കാരണം തൂഫാനെ പൊങ്ങിച്ചും കൊണ്ട് ലഹരിക്കെതിരായിട്ടാണ്. ലഹരിക്കെതിരെ ആര് പറഞ്ഞാലും അവരെയൊക്കെ കൊല്ലുന്നതാണ് പണി. എന്താണെങ്കിലും വേണ്ടില്ല. ഞാനത് പറഞ്ഞു, ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് കാണാം.